അയ്യോ ലവളെ പോളോ അതിട്ടോട് നടക്കുന്നത്, ഇവളെ പോകുന്നോ ഇങ്ങനെ പോകുന്നു. അതാണ് ഇവിടുത്തെ അവസ്ഥ. വീട്ടിൽ നമ്മളെ അച്ഛനും അമ്മയൊന്നും അല്ല നോക്കുന്നത്, നമ്മളെ വളർത്തുന്നത് നമ്മളെ സൊസൈറ്റിയാണ്. മോളെ നീ അങ്ങനെ പോരുത്, നീ ഇങ്ങനെ പോരുത്, നീ അങ്ങ് തടിച്ചല്ലോ, നീ അങ്ങ് മെലിഞ്ഞല്ലോ, അങ്ങ് കറുത്തല്ലോ. ഷോർട്സ് ഒക്കെ ഇറങ്ങിയ സമയത്ത് ഷോർട്സ് ഒക്കെ നമ്മൾ ഇട്ടോണ്ടിരിക്കുമ്പോഴത്തേനും അറിയാലോ, നമ്മളടുത്ത് ചോദിക്കും എന്തുവാ അച്ഛൻ്റെ അണ്ടർവെയറോ എന്നൊക്കെ ചോദിക്കും. കുറെ മാമന്മാരുണ്ട്. അപ്പൊ ഗൈസ് ഞാനൊരു പോസ്റ്റർ താണ്ട് ഇതിന്റെ സൈഡിൽ ഞാൻ കൊടുക്കാം. അതിനകത്ത് ആ ഒരു 98% സ്ത്രീകളും ആൾക്കാരും കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു ഷെഫീന എന്ന് പറയുന്നത്, ഷെഫീന ബേബിയാണ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ദയാ സുജിത്ത് പറയുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്കൊക്കെ ഈ 98% ഞാൻ ഒരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഈ ദയാ സുജിത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മെയിനായിട്ടും ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളെ പരിചയമുള്ള ആൾക്കാരോ നമ്മളെ റിലേറ്റീവ്സ് ഒന്നും അല്ല നമ്മളെ ഇവിടെ വളർത്തുന്നത്. നമ്മളെ വളർത്തുന്നത് ഇവിടുത്തെ സൊസൈറ്റിയാണ്. നാട്ടുകാർ CCTV ആണ് നമ്മളെ ഇവിടെ വളർത്തുന്നത്. കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾ, കുടുംബത്തിൽ പിറന്ന ആൾക്കാർ എന്നൊക്കെ പറയത്തില്ല, ആ രീതിയിലുള്ള ടീമുകളാണ് ഇപ്പൊ ഈ പോസ്റ്ററിന്റെ അടിയിൽ വന്ന് കമന്റ് ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതേ വേണക്ക് വന്നിട്ട് പറയാൻ, ഡയലോഗ് അടിക്കാം, തെറി വിളിക്കാം, അനാവശ്യം പറയാം, ഞങ്ങളെ കുടുംബത്തിൽ പിറന്ന സ്ത്രീകളൊന്നും ഇങ്ങനെ വിടത്തില്ല അങ്ങനെ വിടത്തില്ല എന്ന് പറയാം. ഈ ഡയലോഗ് അടിക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാനുള്ള നിയമങ്ങളുണ്ടോ? ഇപ്പൊ ഈ ദയാ സുജിത്ത് വന്നിട്ട് ആ ഒരു പറഞ്ഞില്ല, ഒരു മോഡലിംഗ് എന്നുള്ള ഒരു റോൾ മോഡൽ എന്നുള്ള രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളിട്ട് ആ ഒരു ഫോട്ടോ ആ അക്കൗണ്ടിലിട്ടു. അപ്പൊ ഇതിനെതിരെ നിങ്ങൾ എല്ലാവരും അല്ലെങ്കിൽ കേസ് കൊടുക്കണം. നിയമ സാധ്യതകൾ ഉണ്ടെങ്കിൽ ഇതിനെതിരെ കേസ് കൊടുക്കണം. ഇതിവിടെ പറ്റത്തില്ല, ഇത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് പറ്റത്തില്ല എന്ന രീതിയിൽ കേസ് കൊടുക്കാത്ത എന്താ? നിങ്ങൾക്ക് ആർക്കും അത് പറ്റത്തില്ല. നിങ്ങൾക്ക് ഇതിനൊക്കെ വന്നിട്ട് 98% ആൾക്കാരെ കൂടെയാണ് ഞങ്ങളെന്ന് പറയാനേ പറ്റത്തുള്ളൂ. ഈ വീട്ടിനകത്ത് ഷോർട്സും കാര്യങ്ങളും, പിന്നെ വീട്ടിനകത്ത് ആൺപിള്ളേരായാലും ശരി പെൺപിള്ളേരായാലും ശരി ഓരോ രീതിയിൽ വീട്ടിനകത്ത് ഓരോന്നിനെ കാണിച്ചു കിടക്കുന്ന കുറെ ആൾക്കാരുണ്ട് വീട്ടിനകത്ത്. ഇതെങ്ങാണാൻ വഴിയിൽ കൂടെ പോകുന്ന ഏതെങ്കിലും ഒരു ആൻറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചേച്ചിമാര് കണ്ടു കഴിഞ്ഞാൽ പറയും അത് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, അത് തന്നെയാണ് ഈ കമന്റിനകത്ത് ഇവരൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്. കാരണം നാട്ടുകാർ CCTV എന്ത് ചെയ്യുന്നു എന്നല്ല നമ്മൾ നോക്കണ്ടേ. അവർക്ക് പറയാനുള്ള ഒരു കണ്ടന്റ് അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. പക്ഷെ അവർക്ക് ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കാനോ മീൻസ് ഡയറക്റ്റ് ലീഗലി ഒരു കേസ് എന്നുള്ള രീതിയിൽ കൊടുക്കാനോ പറ്റത്തില്ല. കാരണം അതിനുള്ള കേസ് സാധ്യതകളൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഐശ്വര്യ റായിക്കെതിരെ ഈ ഒരു ഫാഷൻ ഷോ നടന്നതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ അറിയാലോ, വർഷങ്ങളായി. എങ്കിലും എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാത്ത? ഇപ്പൊ എന്ത് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ അറിയുന്നത്, മനസ്സിലായോ? ഇവരാരെയും ലക്ഷ്യം ഇതൊന്നുമല്ല. ഇവരെ എല്ലാവരും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നുണ പറഞ്ഞ് ഇങ്ങനെ നടക്കുക, മറ്റുള്ളവരെ പറ്റി നുണ പറഞ്ഞ് നടക്കുക, ഇങ്ങനെ നുണ പറയാ. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ലവള മോൾ അങ്ങനെ പോകുന്നു, ഇവന്റെ മോൻ ഇങ്ങനെ പോകുന്നു. എടാ ഇതൊക്കെ ഉൾട്ടയായിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കും ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നിങ്ങളെല്ലാം വിചാരിക്കും, എൻ്റെ കാര്യം വിചാരിക്കും നിന്റെ കുടുംബത്തിലല്ല ഇങ്ങനെയാണോ? എടാ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ പറഞ്ഞ് ഏത് രീതിയിൽ പറഞ്ഞു നിർത്തും എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ നാട്ടുകാരുടെ ഒരു 10 പേരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചിട്ടോ അല്ലെങ്കിൽ നാട്ടുകാരെ മുമ്പിൽ ഇറക്കി നിർത്തിയിട്ടോ അല്ല ഇതിനൊക്കെ അഭിപ്രായം പറയുന്നത്. ഇതണക്കുള്ള കുറെ ആൾക്കാരുണ്ട് കമന്റ് ബോക്സിനകത്ത് വന്നിട്ട് ഡയലോഗ് അടിക്കാൻ മാത്രം അറിയാം. ഡയലോഗ് അടി എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി ഡയലോഗ് അടി, അത് മാത്രമേ ഉള്ളൂ. ദയാ സുജിത്തിന്റെ ഒരു വീഡിയോ കിടന്ന് കണ്ടു നോക്കാം. അപ്പൊ ചിലരൊന്ന് ചോദിക്കുമായിരിക്കും, ഇത് ഇത്ര എനർജി നിങ്ങൾ കളയണ്ടെങ്കിൽ എന്തിനാണ് സംസാരിക്കുന്നത്? എൻ്റെ ബ്ലോഗാണ്, എൻ്റെ വീഡിയോ ആണ്, ഞാൻ പറയാനുള്ള പറയും. എനിക്ക് അതിൻ്റെതായ നിയമരീതി നിയമത്തിൻ്റെ എനിക്ക് എന്തുവാ ഉണ്ട്. It's all fun and games, guys. It's all fun and games until someone's life is getting affected. And the worst part, ഇതൊക്കെ പൊട്ടെ, എനിക്ക് worst part ആയിട്ട് തോന്നിയതാണ് 98% of the people are with her. Whatever she said is true. അങ്ങനെ തന്നെ നടക്കണം എന്ന് പറയുന്നത് അത് പിന്നെ സ്വാഭാവികം. ഈ നുണ പറയാനും തെറി വിളിക്കാനും അപരാധം പറയുന്ന ആൾക്കാരോടെ മാത്രമേ ഇങ്ങനത്തെ ആൾക്കാർ കൂടുതലും വരത്തുള്ളൂ. അപ്പൊ ഈ നുണ പറയുന്ന ടീമുകളുണ്ടല്ലോ, അവരെ കൂടെ മാത്രമേ എല്ലാ ആൾക്കാർ, കാരണം ഈ നുണ കേൾക്കുമ്പോൾ ഒരു രസമാണ്, നുണ കേട്ട ഒരു രസമാണ്. അത് അയാളെ ഒന്ന് കോപ്പി ചെയ്തിട്ട് കണ്ടോടാ എന്നും പറഞ്ഞിട്ട് അടുത്ത ആളെടുത്തൊന്ന് പറയാ. ഇതാണ് ഇവരെ ഉദ്ദേശം. ഇവരെ ഏറ്റവും വലിയ അത്യാവശ്യമായിട്ടുള്ള കാര്യം ഇതാണ്. നാട്ടുകാരാണ് സത്യം പറഞ്ഞാൽ നമ്മളെ നോക്കുന്നത്, സൊസൈറ്റിയാണ് നമ്മളെ നോക്കുന്നത്. അല്ലാതെ നമ്മളെ വീട്ടുകാർ, നമ്മളെ അച്ഛനും അമ്മയൊന്നും അല്ല നോക്കുന്നത്. നമ്മളെ വളർത്തുന്നത് നമ്മളെ സൊസൈറ്റിയാണ്.
അത് ദയാസുചിത്വമായാലും ഇപ്പം ഇത് ഈ വീഡിയോ കാണുന്ന നിങ്ങളായാലും ഒന്ന് മനസ്സിലാക്കുക. നമ്മളെ മക്കളുമാരെ എങ്ങനെയൊക്കെ പോകണമെന്ന് നമ്മളെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് പല ആൾക്കാരും ഈ കമന്റ് ചെയ്തേക്കുന്നതായാലും ഈ 98% എന്ന് പറയുന്ന ഇതിനകത്ത് വരുന്ന ആൾക്കാരും അവരെ ബാക്ക്ഗ്രൗണ്ടിലോട്ടൊന്ന് തിരിഞ്ഞു നോക്ക്. അല്ലെങ്കിൽ അവരെ മക്കളുമാരുണ്ടെങ്കിൽ അവരെ ഒന്ന് നോക്ക്. ചെറുമക്കളുണ്ടെങ്കിൽ നോക്ക്. അല്ലെങ്കിൽ അവരെ കുടുംബത്തിൽ പറഞ്ഞ ആരെ അക്കൗണ്ട് എടുത്ത് നോക്ക്. അവരെ വേഷവിധാനം എന്തോ നോക്ക്. അപ്പൊ അത് ഇതുമായിട്ട് വലിയ വ്യത്യാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പുറത്ത് പറയാൻ സാധിക്കത്തില്ല, പറ്റത്തില്ല, അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതാണ് നിങ്ങൾ. നാട്ടുകാരെ കാണുമ്പോൾ നാട്ടുകാരെ കുറ്റം പറയാൻ സിമ്പിളാണ്. നീ പറഞ്ഞ ഈ 98% ആൾക്കാരും ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ വീട്ടുകളിലും ഈ പറയുന്ന എവിടെ ആയാലും ശരി കുടുംബകലഹം ഉണ്ടാക്കുന്ന പറയുന്ന ടീമുകളുണ്ടല്ലോ, അവരാണ് ഈ ഒരു 98% ആൾക്കാർ പെട്ട ആൾക്കാർ. മൊത്തത്തിൽ ഞാൻ പറയുന്നില്ല, എങ്കിലും അങ്ങനത്തെ ആൾക്കാരെ കമന്റുകളാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ കാണിച്ച പോസ്റ്ററിനകത്ത് കുടുംബശ്രീ, പതിവ്രത, കുടുംബശ്രീ, എന്തുവാ പറയുന്ന കുലസ്ത്രീകള്, തറവാടികള്, നല്ല കുടുംബം ഒക്കെയാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയണം, ഇപ്പൊ വളർന്നു വരുന്ന പിള്ളേർ ഓരോരോ ഡ്രസ്സോ കാര്യങ്ങളോ അതിനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട്, ഇത് പുതിയ ഡ്രസ്സുകളായാലും ശരി, നമ്മളിടുന്ന സാധനങ്ങൾ എന്തായാലും ശരി, ഇത് മേടിച്ചോണ്ട് വീട്ടിനകത്ത് ഇരിക്കാനല്ലല്ലോ, വീട്ടിനകത്ത് നമ്മളെ അച്ഛനെയും കാണിക്കാനല്ലോ. നമുക്ക് പുറത്തോട്ടൊക്കെ പോകണം, അല്ലെങ്കിൽ കോളേജിൽ പോകണം, സ്കൂളിൽ പോകണം, പല സ്ഥലങ്ങളിൽ പോകണം. ഇത് ഇട്ടുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേന് വരും ചേച്ചിമാര്, ആന്റിമാര് വരും, കണ്ടോടി എന്നും പറഞ്ഞിട്ട്. ഞാൻ അത് പറയേണ്ട കാരണം ഉണ്ടായിട്ടാ പറയുന്നത്. കാരണം ഇങ്ങനാണ് നാട്ടുകാർ, ഇങ്ങനാണ് ജനങ്ങൾ, ഇങ്ങനാണ് നാട്ടുകാർ, CCTVകൾ ഇങ്ങനാണ്, സൊസൈറ്റി ഇങ്ങനാണ്. അതിനകത്ത് പെട്ട ഒരാളാണ് ഈ ഷഫീന ബീബി. ആ ഷഫീന ബീബിയുടെ സ്വഭാവം വെച്ചിട്ടും ബാക്കിയുള്ള കമന്റുകൾ വെച്ചിട്ടും നോക്കുമ്പോഴത്തേന് ഇവരെല്ലാം ഒരേ ഗ്യാങ്ങിൽ പെടുന്ന ആൾക്കാരാണ്ട്രാ. ഇവരെല്ലാവരും പഴയ രീതി ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? ജനറേഷൻ മാറുന്നതനുസരിച്ചും ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കും. ചില ആൾക്കാർക്ക് കേന്തിയാണ്. ഇപ്പൊ ചുരിദാർ ഇട്ടുകൊണ്ട് പോകുന്ന ആള് ആ ഒരു ടൈമില് ആദ്യമൊക്കെ എന്തുവായിരുന്നു, സാരി ഉടുത്തോണ്ട് കിടന്ന ആൾക്കാർ സാരി ഉടുത്തോണ്ട് കിടക്കുമ്പോഴത്തേക്കും സാരി ഉടുത്തു കഴിഞ്ഞാൽ അവിടെ കാണുന്നു ഇവിടെ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാരണം ചുരിദാറാക്കി. ചുരിദാർ ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേനും അവിടെ തെളിഞ്ഞിരിക്കുന്നു, ഇവിടെ പൊങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത്. എന്തായാലും ഓരോരോ ജനറേഷൻ മാറി വരുമ്പോഴത്തേനും അതിനകത്ത് എല്ലാ ആൾക്കാരും കുറ്റം പറയും. ഇതുവരെ മനസ്സിലാക്കാൻ പറ്റാത്ത കാരണം ഇവർക്കൊന്നും ഇതുവരെ മനസ്സിലാവാത്തത് അതാണ്. നിങ്ങൾ എന്താ പുറകോട്ട് ചിന്തിക്കാത്തത്? ഓരോരോ ജനറേഷൻ മാറി വരുമ്പോഴത്തേനും അതിനനുസരിച്ചുള്ള കുറ്റവും കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും ലീഗലി ഒന്നും ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനൊക്കെ അപരാധങ്ങൾ പറഞ്ഞും വീട്ടിൽ കുടുംബ പ്രശ്നം ഉണ്ടാക്കിയും മക്കളുമാരെയും പറഞ്ഞും വീട്ടിലുള്ള ആൾക്കാരെയും പറഞ്ഞും കുടുംബലഹള ഉണ്ടാക്കാൻ മാത്രമേ ഇങ്ങനത്തുള്ള ആൾക്കാർക്ക് പറ്റത്തുള്ളൂ. ആ ഒരു കൂട്ടത്തിൽ പെട്ട ആൾക്കാരാണ് ഈ ഷബീന എന്ന് പറയുന്നതും പിന്നെ ഈ മിക്ക കമന്റുകളൊക്കെ വന്നേക്കുന്നതാണ്. That scares me. Like thinking there is a community itself is like okay, but agreeing with her whatever she's saying, that's എനിക്കത് പേടിയായി. സത്യം പറയാതെ എനിക്കത് കണ്ടിട്ട് ഷോക്കല്ല, എനിക്ക് പേടിയായതായി. പേടിയാവണം. ഇങ്ങനത്തെ ആൾക്കാരെ നമ്മളെ പേടിച്ച് ജീവിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്. അത് നല്ല രീതിക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ മാന്യമായിട്ടൊന്ന് പറയാം, മോളെ ഡ്രസ്സ് ഉള്ളത് ശരിയല്ല, ഇങ്ങനല്ല എന്നൊക്കെ പറയാം. പക്ഷെ അത് പറയാനുള്ള റൈറ്റും അവർക്ക് ഉണ്ടായിരിക്കണം. നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ ആരെങ്കിലും ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ നോക്കുന്ന ആരെങ്കിലും ആയിരിക്കണം. പുറത്തുനിന്ന് വഴി കൂടെ പോകുന്ന അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി, ഇപ്പുറത്തെ വീട്ടിൽ ചേച്ചി, അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ, മാമന്മാര്, ചേട്ടന്മാര്, ഈ മാമന്മാരല്ല എല്ലാവരും കണക്കാ, എല്ലാം കണക്കാ. കുറെ എണ്ണം ചായക്കട കുത്തിയിരുന്നിട്ട് നുണ പറയാൻ വേണ്ടിയിട്ട് ആണുങ്ങൾ കൂട്ടത്തിൽ കുറെ ഉണ്ട്, പെണ്ണുങ്ങൾ കൂട്ടത്തിലും കുറെ ഉണ്ട്. നുണ പറയില്ല, അതാണ് ഇതിനകത്ത് മെയിൻ. നുണ പറഞ്ഞ് ഓരോ വീട്ടിൽ ഓരോ ചെവിക്കടയും എത്തി ലാസ്റ്റ് നമ്മളെ വീട്ടിലെത്തുമ്പോഴാണ് വീട്ടിൽ ലഹള ഉണ്ടാവുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നീ അങ്ങനാണോടെ, ഇങ്ങനാണോടെ, നീ അങ്ങനാണോടാ, ഇങ്ങനാണോടാ, അവരിങ്ങനെ പറയുന്നു, ഇവരിങ്ങനെ പറയുന്നു, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഇതേ രീതിയിലുള്ള അവസ്ഥ ഉണ്ടായി. കാരണം ഒരാൾ മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്താലും ഇപ്പുറത്തെ ആൾ ഇനിയുള്ള ആൾക്കാരെടുത്ത് മര്യാദയ്ക്ക് പറയണമെന്നില്ല. അവരെ കുറിച്ച് കുറ്റം മാത്രമേ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. അവിടുന്ന് നേരെ ഒരു സാധനം വരുന്നു, പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സാധനം വരുന്നു. ഇത് ഇവിടെ വന്നിട്ട് കുറച്ച് കലങ്ങി കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി ഇപ്പുറത്തോട്ട് ഇട്ട് കൊടുക്കും, ഏറ്റി ഇട്ട് കൊടുക്കും. അതാണ് ആൾക്കാർ. ഇവരൊക്കെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ കുടുംബത്തിലുള്ള ആൾക്കാരെ കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കുക. അതിന് കുട്ടികളായാലും ശരി, വീട്ടിലുള്ള മുതിർന്ന സ്ത്രീകളായാലും ശരി, ആരായാലും ശരി, അവരെയും കൂടെ നോക്കുക. അവർക്കൊക്കെ എന്തൊക്കെ ചേഞ്ച് വരുന്നു, എന്തൊക്കെ മാറ്റം വരുന്നു, ഇൻസ്റ്റ ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്നുണ്ടോ, ഡ്രസ്സൊക്കെ എന്തിലാണ് മാറ്റുന്നതൊക്കെ നോക്കാം, അത് ചെയ്യാം. അത് വിലയിരുത്തിയിട്ട് വേണം ബാക്കിയുള്ളവരെ നെഞ്ചത്തോട്ട് കയറാൻ വരാൻ. Scared. And
അവരുടെ ഇതെന്നറിയ 2% ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. It's fine. I can take care of myself. It's fine. I mean, I have people to take care of me also. But that was not right. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നാ പറയാനുള്ളത്, സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷെ ഈ ഒരു ഇത് നിർത്ത്. എന്തിനാണ് ഇങ്ങനെ പറയണത്? നിങ്ങളെ തനി സ്വഭാവം വെളി കാണിക്കുമല്ലേ. നിങ്ങളെ കുടുംബത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങളാരും വെളിയിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഭയങ്കര എന്തുവാ പറയാ, ഭയങ്കര കെയർ എന്നുള്ള രീതിയിൽ. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്ക്. അത് ഞാൻ ആണുങ്ങളടുത്തും പറയാനുള്ളത്, പെണ്ണുങ്ങളടുത്തും പറയാനുള്ളത്. അത് പറയാനുള്ളത് ഒരു പബ്ലിക് സ്ഥലത്തോ അല്ല. പബ്ലിക് സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു 10 പേരെടുത്തോ അല്ലെങ്കിൽ ഒരു ചായക്കടയിൽ പോയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങൾ നിൽക്കുമ്പോഴോ അല്ല പറയേണ്ടത്. വീട്ടിലുള്ള കാര്യത്തിൽ പറയാനുള്ള കാര്യം വീട്ടിലോടത്ത് പറയാം. ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വരുന്നു പല രീതിയിലാവും, പരാഗണമാവും. അതാണ് ഈ സംഭവം മാറി ഇങ്ങനെ നുണ പറയുന്നത്. ഞാൻ വീണ്ടും പറയും, ഈ നുണ പറയുന്നുള്ള രീതിയിൽ. എടാ, നാട്ടുകാർ CCTV ക്യാമറകൾ നമുക്ക് എന്തോ പറ്റുന്നോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ കൂട്ടിത്തിരിപ്പ് എന്തിനും ഉണ്ടാക്കാൻ നിൽക്കുന്നു നോക്കാൻ നിൽക്കുന്നത്. അത് നമ്മളെ റിലേറ്റീവ് പെട്ട ആൾക്കാർ വരുന്നുണ്ട്. അവരെ കാര്യം നോക്കത്തില്ല, മനസ്സിലായോ? നാട്ടുകാർ ആരെന്തിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കൾ എന്ത് ചെയ്യുന്നു, നമ്മളെ മാമി എന്ത് ചെയ്യുന്നു, മാമൻ എന്ത് ചെയ്യുന്നു, അപ്പ എന്ത് ചെയ്യുന്നു, അച്ഛൻ എന്ത് ചെയ്യുന്നു, അമ്മ എന്ത് ചെയ്യുന്നു, പെങ്ങൾ എന്ത് ചെയ്യുന്നു, ചേച്ചി എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു നോക്കിയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മളെ കുടുംബത്തിൽ തന്നെ. ഇവര് വന്നിട്ട് ഡയലോഗ് അടിക്കും, മോളെ നീ അങ്ങനെ പോരുത്, നീ ഇങ്ങനെ പോരുത്, നീ അങ്ങ് തടിച്ചല്ലോ, നീ അങ്ങ് മെലിഞ്ഞല്ലോ, അങ്ങ് കറുത്തല്ലോ, നീ എന്താ ഇങ്ങനെ ഡ്രസ്സ് ഇടുന്നേ, എന്നെ പോലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കും, കണ്ടോ ഞാൻ ചട്ടയും മുണ്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന കണ്ടോ, സാരി ഉടുത്തോണ്ട് നടക്കുന്നുണ്ടോ, കണ്ട മുണ്ട് ഉടുത്തോണ്ട് നടക്കുന്നുണ്ടോ, നിനക്കെന്താടാ മുണ്ടെടുത്ത ആണുങ്ങളല്ലേ മുണ്ടെടുത്ത്, നീ ഷോർട്ട് ഇട്ടുകൊണ്ട് നടന്ന എന്താ, നീ എന്തിനാ ഈ അണ്ടർവെയർ ഇട്ടുകൊണ്ട് നടക്കുന്നേ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ അറിയാമല്ലോ. എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്, എന്തുവാടാ ഷോർട്സ് ഒക്കെ ഇറങ്ങിയ സമയത്ത് ഷോർട്സ് ഒക്കെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും അറിയാമല്ലോ, നമ്മളടുത്ത് ചോദിക്കും, എന്തുവാടാ അച്ഛൻ്റെ അണ്ടർവെയറോ എന്നൊക്കെ ചോദിക്കും. കുറെ മാമന്മാരുണ്ട്. ഈ മാമന്മാർ 2 ദിവസം കഴിയുമ്പോഴത്തേന് അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേന് അണ്ടർവെയർ ഇട്ടുകൊണ്ട് പോകുന്നതാണ്. എന്നിട്ട് അതേ കണക്കാണ് ഈ സ്ത്രീകളും. ഞാൻ ആരെയും കുറ്റം പറഞ്ഞ രീതിയിലല്ല, ഞാൻ റിയാലിറ്റിയാണ് പറഞ്ഞത്. ഈ സത്യമായിട്ടുള്ള കാര്യമാണോ പറഞ്ഞത്. നമ്മളെ കുറ്റം പറഞ്ഞ ആൾക്കാരെ വീട്ടിലോട്ടൊക്കെ നമ്മൾ നോക്ക്. അല്ലെങ്കിൽ അവരൊരു പുറത്തൊരു ഇവന്റ് വർക്കിനോ ഒരു കല്യാണത്തിനോ അല്ല എന്തെങ്കിലും ഇവന്റ് നടക്കുമ്പോഴത്തേനും ഒരു കല്യാണ പരിപാടിക്കോ ഒരു ഉത്സവത്തിനോ അല്ലെങ്കിൽ നല്ലൊരു പ്രോഗ്രാം നടക്കുന്നിടത്ത് ഇവരാണ് നല്ല പെർഫെക്റ്റ് ഡ്രസ്സിലും, മീൻസ് ഇപ്പോഴത്തെ ജനറേഷൻ ഉപയോഗിക്കുന്ന ഡ്രസ്സിലും ഇത് കണക്കുള്ള കാര്യങ്ങളൊക്കെ, ഇത് ഡ്രസ്സിങ്ങിലും ആക്സറീസും ഒക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ നോക്കാൻ എന്ത് കാണുന്നത്, ഇവരാണ് നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് ഇവർ ഇത് ഇട്ടുകൊണ്ട് പോണ ടീമാണ്. അതാണ് അവസ്ഥ. എടാ, എന്തിനാടാ ചുമ്മാ വല്ലവന്റെ വായിലോട്ട് നോക്കിയിരിക്കാതെ സ്വന്തം കാര്യം നോക്ക്. എന്തിനാണ് ചുമ്മാ വല്ലവന്റെ വായിൽ നോക്കിയിരുന്ന അവന് എപ്പൊ ഈ പറയുന്ന കണക്ക് ഈ ദേഹസുഖത്തിന്റെ കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുമോ അല്ലെങ്കിൽ വെല്ലുവിളിക്കുകയൊന്നുമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന കണക്ക് ഈ കമന്റ് ബോക്സിനകത്തും ഈ പറയുന്ന വീഡിയോസിന് അടിയിൽ വന്നിട്ട് ഡയലോഗ് അടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഡയലോഗ്, അതും ചുമ്മാ പേരിന് വേണ്ടി, നല്ലതാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളെ ഈ ബാക്ക്ഗ്രൗണ്ട് ഇട്ടുള്ള നിങ്ങളെ കുടുംബത്തിലുള്ള ആൾക്കാരെ കാര്യങ്ങളൊന്ന് നോക്കുക, മനസ്സിലായോ? നല്ല രീതിക്ക് പോകുന്ന ആൾക്കാരാണ് കുഴപ്പമില്ല. ഈ കമന്റ് ബോക്സിനകത്ത് വന്ന് അടിക്കുന്ന അക്കൗണ്ടിൽ കയറി നോക്കുമ്പോഴത്തേന് അറിയാം അതിനകത്ത് എന്തൊക്കെ കോപ്രായങ്ങൾ കിടപ്പുണ്ടെന്ന്. പല അക്കൗണ്ടുകളും അങ്ങനെയാണ്. എന്നിട്ടാണ് ഇവർ ഇതിനകത്ത് വന്ന് വലിയ നീളത്തിൽ ഭയങ്കര പതിവ്രത എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇങ്ങനെ ഡയലോഗ് ഇത്രയൊക്കെ കാണും. ചില കമന്റുകൾ ഇത്ര കാണും, ചില കമന്റുകളൊക്കെ ഇത്രേ കാണത്തുള്ളൂ, ചില കമന്റുകൾ ഇത്രേ കാണത്തുള്ളൂ. 98% ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഇതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് പറയുമല്ല, പക്ഷെ റിയാലിറ്റി പറഞ്ഞത്, സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞതാ. ഇത് തന്നെ ഞാൻ ഇപ്പോഴും പറയാം, നമ്മളെ വളർത്തുന്നത് സൊസൈറ്റിയാണ്, നമ്മളെ വീട്ടുകാരല്ല. പിള്ളേരുടെ അടുത്തും കൂടെ ഞാൻ പറയുന്നത്, പിള്ളേർ കാണുവാണെങ്കിൽ, മീൻസ് പിള്ളേർ കാണുന്ന ആൾക്കാരാണെങ്കിൽ പറയാം, നിങ്ങളെ വളർത്തുന്നത് ഒരിക്കലും നിങ്ങളെ വീട്ടുകാരൊന്നുമല്ല, നിങ്ങളെ സൊസൈറ്റിയാണ് വളർത്തുന്നത്. സൊസൈറ്റി പോകുന്നതനുസരിച്ചാണ് നമ്മളെ വീട്ടുകാരും നമ്മളെ അടുത്ത് പെരുമാറുന്നത്. ഉറപ്പിച്ചു വെച്ചോ.